എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗംഗ മനീഷ് അറ്റ് സ്കൈ ഹോക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ്. ജേർണലിംഗ് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ പഴയ 90s കിഡ്സിൻ്റെ ഡയറി എഴുത്ത്, അതാണ് ഇപ്പോൾ ഇംഗ്ലീഷുകാർ സ്റ്റൈലിൽ ജേർണലിംഗ് എന്നൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. എന്താണ് ഈ ജേർണലിംഗ്? ഇത് സൂപ്പറാണോ? ഇത്രയും സ്റ്റൈലൊക്കെ കൊണ്ടുവരാൻ? അതെ, ഭയങ്കര സൂപ്പറാണ്. ഈ ഡയറി എഴുത്ത് ഭയങ്കര രസമുള്ള കാര്യമാണ്. രസം മാത്രമല്ല, അതിനൊത്തിരി പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ നമ്മുടെ മൈൻഡിനൊരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ്, നമ്മൾ ഓരോന്നായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അതൊരു ക്ലാരിറ്റി കിട്ടും ഒരു സൈഡിൽ. നെക്സ്റ്റ് സൈഡിൽ നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്ട്രെസ്സാന്നിരിക്കട്ടെ, നമ്മളത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് നമ്മുടെ സ്ട്രെസ്സിന് കുറച്ച് ഡ്രെയിൻ ഔട്ട് ചെയ്യും. പിന്നെ അത് തന്നെ എഴുതി വെക്കുക, കുറച്ചുകൂടി ഡ്രെയിനിങ് ആവും. പിന്നെയും കുറച്ച് നേരം അത് ഒന്ന് റിപ്പീറ്റഡായിട്ട് എഴുതി വെച്ചാൽ അതൊരു പ്രശ്നമേ അല്ലാത്ത സ്റ്റേജിൽ ഈ എഴുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോൾസ് നമുക്കെല്ലാം എഴുതി വെക്കാം. നന്ദി പറയാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേടി എന്നുള്ളത് നമ്മളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആഹാ, ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേടി, ഞാനൊരു സാധാ മനുഷ്യനല്ല എന്ന് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് തോന്നും. പിന്നെ നമ്മൾക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, ഈ ഡയറി എഴുതാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഇതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട, ഒരു പേനയും ഒരു നോട്ട്ബുക്കും മതി. പിന്നെ കുറച്ചുകൂടെ സ്റ്റൈലിഷായിട്ട് പറഞ്ഞാൽ ഒരു ഡയറി. ഡയറി ഒക്കെ കിട്ടാൻ ഇപ്പോൾ ആർക്കും പാടൊന്നുമില്ല. നമുക്കൊരു ഡയറി വാങ്ങാം, ഒരു നല്ലൊരു ഡയറി എഴുതി തുടങ്ങാം. ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല ഫാൻസി ഡയറീസൊക്കെ കിട്ടും, നല്ല പടങ്ങളും നല്ല ഡേറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഡയറീസ്. ഈ ഡയറീസൊക്കെ നിങ്ങൾക്ക് അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. അവർക്കൊരു ലോവർ പ്രൈമറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഡയറി എഴുതാൻ വേണ്ടി കൊടുക്കണം. അത് നല്ലൊരു ഹാബിറ്റാണ്, അവരുടെ കാര്യങ്ങൾ ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഡയറി. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും, ഇത് ആരെങ്കിലും എടുത്ത് വായിച്ചാലോ? അതിന് വഴിയുണ്ട്. അതിനൊരു വഴി വെച്ചാൽ കീ ഉള്ള ഡയറീസ് കിട്ടും, നമുക്ക് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്കുള്ള ഡയറീസ് ഉണ്ട്. പിന്നെ അടുത്ത് വേണമെങ്കിൽ എന്തെങ്കിലും കോഡ്സോസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതണം, എന്തെങ്കിലുമൊക്കെ സിഗ്നൽസും കോഡ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡയറി എഴുതണം. അപ്പോൾ പിന്നെ ആരും കാണത്തില്ല, നമുക്കറിയാം, നമുക്ക് തന്നെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ അവിടെ വെച്ച് തീരും. അങ്ങനെ പിന്നെ അതൊക്കെ ദൈവം തമ്പുരാൻ്റെ കയ്യിലും. ചിലരൊക്കെ നമ്മുടെ പാർട്ട്നേഴ്സ് എടുത്ത് വായിക്കാം, നമ്മുടെ മക്കളെടുത്ത് വായിക്കാം, ടീനേജേഴ്സ് ആണെങ്കിൽ അച്ഛനും അമ്മയും എടുത്ത് വായിക്കാം. എൻ്റെയൊക്കെ സ്ഥിരമായിട്ട് എൻ്റെ അമ്മ എടുത്ത് വായിക്കുമായിരുന്നു കൊച്ചിൽ. എൻ്റെ ഹിന്ദി ടീച്ചർ, എൻ്റെ മോഹനേന്ദ്രൻ സാർ എന്നാണ് എൻ്റെ ഹിന്ദി ടീച്ചറിൻ്റെ പേര്. ടീച്ചർ എന്നെ ഭയങ്കര ഇഷ്ടമുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാറായിരുന്നു മോഹനേന്ദ്രൻ സാറ്. പക്ഷേ സാർ എന്നെ ഹിന്ദിക്കല്ല സംസാരിച്ചതിന് എന്നെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാനത് ഡയറിക്കകത്ത് എഴുതി വെച്ചു. അത് ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ ശേഷം ഞാൻ അത് കണ്ട് സാറ് ക്രൂരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ സാറിനെ പറ്റി ഓർത്തു, സാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. പക്ഷേ നാട്ടിൽ പോയപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും നടന്നില്ല. പക്ഷേ സാറിനെ എനിക്ക് കാണണം. അങ്ങനെ അതൊക്കെ നമ്മുടെ ഒരു നല്ല മെമ്മറീസ് അല്ലേ, നമ്മുടെ ഓരോ കാലഘട്ടത്തിലെ മെമ്മറീസൊക്കെ എഴുതി വെക്കാമെന്ന് വെച്ചാൽ അത് വേറൊരു ടൈപ്പ് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എഴുതി വെക്കാം, ഓർത്തിരിക്കാം. പിന്നെ ഈ ഡയറീസ് എത്ര ടൈപ്പുണ്ട്, ഒരുപാട് ടൈപ്പുണ്ട്. മൈൻഡ് ഡംപിങ് ജേർണലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും, വിഷമം, ദേഷ്യം എല്ലാം ഡംപ് ചെയ്യാനുള്ള ഒരു ജേർണൽ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മളെല്ലാ വിഷമങ്ങളും പറയത്തില്ലേ, അതേപോലെ മൈൻഡ് ഡംപ് ചെയ്യാനുള്ളൊരു ജേർണലാണ്. ഡെയിലി ജേർണലിംഗ്, നമ്മൾ ഡെയിലി ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേനും ഞാൻ ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഞാൻ എക്സസൈസ് ചെയ്തു, അങ്ങനെ പറഞ്ഞ് നമ്മൾ ജേർണലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, നമ്മൾ എന്തൊക്കെ ചെയ്തു, ഒരു 3 ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു, നമുക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇന്ന് നടന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ പോകെ അത് എഴുതി വായിക്കുമ്പോഴത്തേനും നല്ലതായിരിക്കും. പിന്നെ മാനിഫെസ്റ്റേഷൻ ജേർണലിംഗ്, നാളെ ഇനി എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും നടക്കണം, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഗോൾ ജേർണലിംഗ്, അങ്ങനെ കുറേ ടൈപ്പ് ജേർണലിംഗ് ഉണ്ട്. ഷാഡോ വർക്ക് ജേർണലിംഗ് ഉണ്ട്, നമ്മുടെ ഫിയേഴ്സ്, നമുക്ക് ആരോടും പറയാത്ത കുറേ കാര്യങ്ങൾ, അതാണ് ഷാഡോ വർക്ക് ജേർണലിങ്ങിനകത്ത്, അത് ജേർണൽ ചെയ്യാം. പിന്നെ ആർട്ട് ജേർണലിംഗ് ഉണ്ട്, ഹെൽത്ത് ജേർണലിംഗ് ഉണ്ട്, നമ്മുടെ വെയിറ്റ് ജേർണലിംഗ് ഉണ്ട്. പിന്നെ മീൽ പ്ലാനർ ഉണ്ട്. മീൽ പ്ലാനറിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ് എന്താ, ലഞ്ച് എന്താ, ഡിന്നർ എന്താന്ന് കോളം വൈസ് കാണും. നമ്മളത് ഓരോന്നും എഴുതി വെക്കുക, എന്നിട്ട് ആ ഫ്രിഡ്ജിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കുക. പിന്നെ നമുക്ക് അതിനുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുക. പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട, നമ്മുടെ കുക്കിംഗ് വളരെ ഈസി ആക്കാം. പിന്നെ ഡൂ ലിസ്റ്റ് ഉണ്ട്, ട്രാക്കർ ഉണ്ട്, ഹാബിറ്റ് ട്രാക്കറൊക്കെ അനുസരിച്ച് നാളത്തെ കാര്യങ്ങൾ നമ്മൾ ഇന്നേ പ്ലാൻ ചെയ്ത് വെക്കും. കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും എൻ്റെ അഭിപ്രായത്തിൽ ടു ഡൂ ലിസ്റ്റ് ഉണ്ട്, ഹാബിറ്റ് ട്രാക്കർ അല്ലെങ്കിൽ പ്ലാനർ. ഇത് അത്യാവശ്യമായിട്ടും എല്ലാ കുട്ടികളും, പഠിക്കുന്ന കുട്ടികളല്ല നമുക്ക് വരെ
നമുക്ക് വരെ അത് ഉപയോഗിക്കാം. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പറയാൻ എളുപ്പമാണ്, ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്, പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലതിൻ്റെ ജോലിയുടെ ഇതൊക്കെ അനുസരിച്ചായിരിക്കും. ചില ദിവസങ്ങളിൽ എഴുതാൻ വിട്ടു പോകാറുണ്ട്. ഞാൻ ഒരിക്കൽ വാങ്ങിച്ചൊരു ജേണലാണിത്, പക്ഷേ ഞാൻ എഴുതിയിട്ടില്ല ഇത്. ഞാൻ ഡയറിയാണ് ക്യാഷ് യൂസ് ചെയ്യുന്നത്. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ജേണൽ, നല്ല ഫാൻസി അടിപൊളി ജേണലാണ്. നമ്മുടെ ന്യൂ ഇയർ അനുസരിച്ച് ന്യൂ ഇയറിൻ്റെ സമയത്താണ് കൂടുതൽ ഇത് ട്രെൻഡിങ് ആകുന്നത്. പിന്നെ ഡയറിയാണ് കൂടുതലായിട്ട് എഴുതുന്നത്. ഞാനൊരു ഡൂ ലിസ്റ്റും എഴുതും, ഒരു ഗ്രാറ്റിറ്റ്യൂഡും എഴുതും, പിന്നെ മാനിഫെസ്റ്റേഷൻ ജേണൽ. ഞാൻ ഈ 3 ജേണൽസാണ് കൂടുതൽ എഴുതുന്നത്. ഇപ്പം ഞാൻ ആ ഡംപിങ് ജേണൽ, മൈൻഡ് ഡംപിങ് ജേണലൊക്കെ നിർത്തി. ഇപ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ മൈൻഡിനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ ഡംപ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ജേണലിങ് നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ. നിങ്ങളെല്ലാവരും ജേണലിങ് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.